അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. തൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയവളുടെ ടേബിളിൽ നിന്ന് കയ്യിൽ അവൻ്റെ കൈ വെച്ച് അവൾക്ക് ആരും മനസ്സിലാവാതെ അവനെ നോക്കി. എല്ലാം താൻ തന്നെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെ ശരിയാവുക? എന്തായാലും ഇനി ക്ലാസ്സില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്ക്. ഇതുവരെ ഇല്ലാത്ത ഭാവത്തിൽ തന്നോട് സംസാരിക്കുന്നവനെ കണ്ട് കീർത്തിയുടെ കണ്ണ് തള്ളി. വൈകിയോട് എനിക്കുണ്ടായിരുന്ന ഇഷ്ടം തനിക്കറിയാലോ, പക്ഷേ അയാൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ അത് പാടെ മറന്നതാണ് ഞാൻ. തന്നെ പോലെ ഒരുപാട് കുട്ടികൾ ഇഷ്ടം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ആരോടും ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. അതിനിടയിൽ ചാടി കയറി പറഞ്ഞവളെ കണ്ടവൻ ചിരിച്ചു. ആ, എന്നാൽ തന്നെ പോലെ ഒരുപാട് പേര് ഇഷ്ടം പറയാത്തന്നെ വായി നോക്കുന്നത് എനിക്കറിയാം, പോരെ? എന്താ തന്നെ വായി നോക്കിയിട്ടില്ലേ? അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു. പക്ഷേ പഠിപ്പിക്കുന്ന കുട്ടികൾ ഒരിക്കലും ആ കണ്ണിൽ കാണാൻ പാടില്ലല്ലോ. പക്ഷേ അതൊരാളെ കണ്ടപ്പോൾ ചെറുതായെന്ന് തെറ്റി, ഇപ്പോഴാണെങ്കിൽ മൊത്തത്തിലും. കീർത്തി വാതുറന്ന് അവനെ നോക്കി. ഇനി അതാ വാണി വല്ലതുമാണെങ്കിൽ ഇതിനുള്ളിൽ വേറെ കൊള്ളണോ എന്നാണ് അവൾ ചിന്തിച്ചത്. പക്ഷെ അപ്പോഴും ചെറിയൊരു വേദന തന്നിൽ നിറയുന്നത് മനഃപൂർവ്വം അവൾ അവഗണിച്ചു. അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന ചെറിയ കുടുംബം, വലിയ സ്വത്തും പണവും ഒന്നുമില്ല. കേട്ടുന്ന പെണ്ണിനെ പൊന്നുപോലൊന്നും അല്ലേലും സ്നേഹത്തോടെ നോക്കാൻ കഴിയുന്ന ഉറപ്പുണ്ട്. സാറിതൊക്കെ എന്നോടെന്തിനാ പറയുന്നത്? സാറിന് നല്ല ക്യാരക്ടറാണ്, എല്ലാവർക്കും അറിയാലോ. ആ കുട്ടി ആരായാലും അവൾ ലക്കിയാണ്. ചെറുതായി ചിരിച്ച് അവന് മറുപടി കൊടുത്തതും എങ്ങനെയെങ്കിലും അവിടുന്ന് പോകണമെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളോട് തന്നെയാണ് ഞാനിതെല്ലാം പറഞ്ഞത്. കീർത്തി ഞെട്ടലോട് അവനെ നോക്കി. എപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് അറിയില്ല. പയങ്കിളി കളിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്. എനിക്കൊരു പ്രണയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ മുഖത്ത് വന്ന ഭാവം മാറ്റം മതി, അതേ ഇഷ്ടം എന്നോടൊന്ന് മനസ്സിലാവാൻ. അവളെപ്പോഴും ആ സ്വപ്ന ലോകത്തായിരുന്നു. സത്യമോ മിഥ്യയോ എന്നറിയാതെ ആ മനസ്സ് ഞെട്ടുപൊട്ടിയ പട്ടം പോലെ പറഞ്ഞു. ഹലോ മേഡം, ഇപ്പോഴേ ഇങ്ങനെ സ്വപ്നം കാണാതെ, നമുക്കിനിയും സമയമുണ്ട്. അതുകൊണ്ട് ഈ മുഖമെല്ലാം കഴുകി വീട്ടിൽ പോകാൻ നോക്ക്. അത്രയും പറഞ്ഞവൻ അവളെ ഒന്ന് നോക്കി കണ്ണു ചെമ്പി അവിടുന്ന് ഇറങ്ങി. അന്നത്തെ ആ കാര്യങ്ങൾ ഓർത്തതും അവന് വല്ലാതെ സന്തോഷം തോന്നി. അതിനുശേഷം കീർത്തി അവനെ കാണുമ്പോൾ ഒളിച്ചു നടക്കാൻ തുടങ്ങിയതും പിന്നീട് അവളെ ഇതുപോലെ കൊണ്ടുവന്ന് സംസാരിച്ചതും ഒടുവിൽ പരസ്പരം ഇഷ്ടം പറഞ്ഞതുമെല്ലാം അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അവൻ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ വൈകിയുണ്ടായിരുന്നു. അവളെയും നോക്കി അവൻ തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. തൊട്ടുമുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും വരുൺ മുഖം വീട്ടി നോക്കി. സാറിനെ പറ്റിയൊരു കംപ്ലൈൻറ്റ് കേട്ടല്ലോ. പഠിപ്പിക്കുന്നില്ല, സാറിന് ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ വായി നോക്കുന്നില്ല, ശ്രദ്ധയാന്ന്. അവളത് പറഞ്ഞതും അവൻ ഞെട്ടലോടെ എഴുന്നേറ്റു. അത് കണ്ട് അവൾക്ക് ചിരിയാണ് വന്നത്. അവളുടെ ചിരി കണ്ടതും അവന് സമാധാനമായി. പേടിപ്പിക്കാതോ. എന്തോ എങ്ങനെ? ആരുമില്ലാത്ത ബ്ലോക്കിൽ സാറിനും കുട്ടിക്ക് എന്തായിരുന്നു പരിപാടി? ചുമ്മാ പിള്ളേരെയും കൊണ്ട് ഒന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഒന്ന് പതിയെ പറയണോ. ഞാൻ മാത്രമല്ലായിരുന്നു, ആ വാണിയും അവളുടെ മാലെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ മരഞ്ചുരി പ്രേമിക്കാതെ കെട്ടി വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അവൾക്കാണെങ്കിൽ പഴയതിന് നാക്ക് കൂടുതലായിപ്പോ. അതെങ്ങനെയാ? സപ്പോർട്ടിങ്ങിന് ആളുണ്ടല്ലോ ഇപ്പോൾ. അവനൊരു വളിച്ച ചിരി വൈകക്ക് തിരികെ കൊടുത്തു. അവളും പൊട്ടി വന്ന ചിരി അടക്കി ടെസ്റ്റും വിട്ട് ലാബിലേക്ക് നടന്നു. വരുൺ ഓർക്കുകയായിരുന്നു, കീർത്തി തന്നോട് ആദ്യം ആവശ്യപ്പെട്ട കാര്യമായിരുന്നു വൈകിയോട് സംസാരിക്കുക എന്നത്. അതുകൊണ്ട് ഇന്ന് അവൾ തന്നെ നല്ലൊരു സുഹൃത്താണ്, തൻ്റെയും കീർത്തിയുടെയും ഇഷ്ടമറിയാവുന്ന മൂന്നാമതൊരാൾ. അമ്മച്ചി വിളിയോട് വിളി. അടുത്ത മാസം അവസാനത്തേക്ക് കെട്ടി നടത്തണമെന്ന്. എന്തു പറയുന്നു ടീച്ചറെ? രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നും സംസാരിക്കുകയാണ് ഡെവിയും വൈകിയും. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. മിക്കവാറും നെക്സ്റ്റ് മന്ത് ആദ്യം തന്നെ എനിക്ക് ട്രാൻസ്ഫർ ശരിയാവും. ഞാൻ നാട്ടിലെ കോളേജിൽ ഒരു മെയിൽ അയച്ചിരുന്നു. അവിടെ 3 മാസത്തിനകം വേക്കൻസി വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതേതായാലും നന്നായി. അപ്പം പിന്നെ കെട്ടുകഴിഞ്ഞാ എൻ്റെ പെണ്ണ് കുറച്ച് നാൾ വീട്ടിൽ തന്നെ കാണുമല്ലോ. സന്തോഷം. അതൊക്കെ പോട്ടെ, സാറിൻ്റെ കാര്യം എന്തായി? ഒരു കേസിൻ്റെ പിന്നാലെയാണ്. അത് കഴിഞ്ഞാൽ ഞാനും നാട്ടിലേക്ക്. അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. നല്ല നിലാവ്, പോരാതിന് തണുപ്പ്. ഇങ്ങനെയൊക്കെ നിന്നാലേ ഞാൻ വല്ലതും ചെയ്തു പോകൂട്ടോ. തന്നിൽ മുറുക്കുന്ന അവൻ്റെ കൈകളുടെ മുറുക്കം അറിഞ്ഞതും അവളിൽ നാണം വിരിഞ്ഞു. ഏയ് നാണമോ? ഇങ്ങോട്ടൊന്ന് നോക്കി, ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ആ വിരലാൽ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിൽ ചുണ്ട് ചേർക്കുമ്പോൾ ഇരുവരിലും പ്രണയം നിറഞ്ഞു നിന്നു. കണ്ണിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ഒഴുകാൻ തുടങ്ങിയതും വാതിലും തള്ളിത്തുറന്ന് 2 പേര് വന്നിരുന്നു. പ്രതീക്ഷിച്ചു എന്ന പോലെ അവൻ വന്നവരെ രണ്ടും കണ്ണിരുട്ടി നോക്കി. വൈകിയാണെങ്കിൽ നിലാവിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ്. പപ്പിയും മമ്മിയും കൂടി ചന്ദനി പോവാനോ? എന്നെ ഞാനും എന്നെ കുറിച്ചും വഞ്ഞിണ്ട്.
എവിടെ പോവാന്ന്? ചാൻഡേല്. ഓ, അമ്പലിമാമൻ്റെ അത്ത്. മിക്കവാറും രണ്ടിനും ഞാൻ റോക്കറ്റ് കയറ്റി അവിടെയൊക്കെ വിടേണ്ടി വരും. ഈ കറക്റ്റ് സമയത്ത് നിങ്ങൾ ആരെയും കൊണ്ട് പറഞ്ഞു വിടത്? പപ്പ ഫോന് വിളിച്ചു. അപ്പൊ രവി എന്നെ ചോദിച്ചു. അമ്മ പറഞ്ഞു വൈകി ഒരു ചംചാച്ചു വന്ന്. അപ്പയാ പപ്പ ഞങ്ങളൊരു പറഞ്ഞേ, നിങ്ങൾ രണ്ടും ചെന്നൈയിൽ പോവാ, ഓടിച്ചെല്ലാൻ. പറഞ്ഞു വിട്ടാലും സമാധാനം തരില്ല, സാമദ്രോഹി. രവി, എനിക്ക് ആദ്യമൊക്കെ അനിയൻ ബാബ വേഗം പോയി വാച്ചുകൊണ്ട് വാ. ആ പിന്നെ കടയിൽ അടക്കി വെച്ചേക്കുമല്ലേ ബാവകള്, എത്ര എണ്ണം വേണം? ചോ, ഈ എന്നെ കൊച്ചിന് ഒന്നും അറിയില്ല. കടയിലല്ല, അമ്മയുടെ വയറ്റിലാ ബാവ തന്നെ. അല്ല അമ്മേ? ആ ഭാഗ്യം, ഒന്നിനെങ്കിലും ഇത്തിരി ബോധമുണ്ടല്ലോ. എന്നെ വയറ്റിന് ബാവറ്റാ. എന്നതാ ഇവിടെ? അമ്മയുടെ വയറ്റിൽ ബാവുണ്ടോ? നിങ്ങൾ രണ്ടുപേരും വയറ്റിൽ ബാവുണ്ട്. എനിക്കും ആദ്യമൊക്കെ 2 ബാവ കിട്ടുമല്ലോ. മോളിക്കുട്ടി വാ തുറന്ന് വൈകിയെ നോക്കി. ഡെബിയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കേൾക്കാന്ന് കരുതി നിൽക്കുവാണ്. സമയമാകുമ്പോൾ 2 ആൾക്ക് അനിയൻ ബാവയെ കിട്ടും. ഇപ്പൊ പോയി പാവയുടെ കൂടെ കളിക്ക്. ചെല്ല്. വൈകി അവരെ പറഞ്ഞു വിട്ടതും ഡെബി മോളിക്കുട്ടിയെ തുറച്ചു നോക്കി. നീ എന്നതിനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാനാണോ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞത്? അതല്ല, നിന്റെ കെട്ടിയോടെ ഞാൻ നാട്ടിലേക്ക് വിട്ടതല്ലേ. എന്നിട്ട് അവൻ അവിടുന്ന് വിളിച്ച് പണി തരുന്നതിനകത്തിനാ? അത് നീ തന്നെ നേരിട്ട് ചോദിച്ചോ. എനിക്ക് ആ രക്തത്തിൽ പങ്കില്ല. ആ പിന്നെ കഥ കടിച്ച് 2 കൂടി എന്തായത് പണി? ഞങ്ങളിവിടെ മുല്ലപ്പെരിയാറിനെ പറ്റി ചർച്ച ചെയ്യുമായിരുന്നു. എന്തേ, കൂടുന്നോ? ഞാനില്ല, 2 കൂടി അങ്ങ് ചർച്ചിച്ചാൽ മതി. ചർച്ച കഴിയുമ്പോൾ അവിടെ പോട്ട് അങ്ങ് കൊടുത്തേക്കണം. അത് നിനക്ക് എന്നാത്തിനാ? മോളിക്കുട്ടി അത് പറഞ്ഞ് പോയതും ഡെബി ഇതൊക്കെ എത്ര കണ്ടതാന്ന പോലെ മിററിൽ നോക്കി. ചെവിയുടെ താഴെയായിരിക്കുന്ന പോട്ട് വൈകിട്ട് നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്തു. ഒത്തിരി പോലും ചമ്മലില്ലേ? എപ്പോഴെപ്പോഴും ചമ്മാൻ എനിക്ക് പറ്റൊന്നുമില്ല. വേറെ പെണ്ണൊന്നുമല്ലോ, എൻ്റെ ടീച്ചർ തന്നെയല്ലേ. ഇതുപോലെ നീ എത്ര ചമ്മാൻ കിടക്കുന്നു? അതും പറഞ്ഞവൻ വൈകിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്ത് കാണിക്കാൻ പോവാ? നേരത്തെ കാണിക്കാൻ വന്നത് അങ്ങ് കംപ്ലൈൻറ്റ് ചെയ്യാന്നേ. ഒന്നും പകുതിക്ക് വെക്കുന്നത് നല്ലതല്ല. അവളുടെ ചുണ്ടുകൾ കവർന്നുകൊണ്ട് അവൻ ആ സംസാരം അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു പകൽ. ഹലോ, ആ നമുക്ക് അവിടെ വരുന്ന് പോണടാ. ഞാൻ മറ്റന്നാൾ വരാം. ഫ്ലാറ്റിലോട്ട് വരുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം. അവിടെ നിന്ന് നമുക്ക് ഒന്നിച്ചു പോവാം. മോളിക്കുട്ടിയോടൊന്നും പറയണ്ട, അവരെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. ആ പിന്നെ ഫിലിപ്പിൻ്റെ കാര്യം അറിഞ്ഞോ നീ? അമ്മച്ചി വല്ലതും പറഞ്ഞോ? ഇല്ല. അയാൾക്ക് എന്ത് പറ്റി? സ്ട്രോക്ക്. അമൃതയിലാണ്. ആരൊക്കെ കീപ്പോട്ട് ഇനി ചലിക്കൊന്ന് പ്രതീക്ഷ വേണമെന്നാ അറിയാൻ പറ്റിയത്. കേടക്കെട്ടടാ. അങ്ങനെ ഒരുപാട് പാപങ്ങൾ ചെയ്തതല്ലേ, നരകിക്കണം. ആർക്ക് വേണ്ടിയാണ് അയാളെല്ലാം വെട്ടിപ്പിടിക്കാൻ നോക്കിയത്? അവർ തന്നെ അയാളെ ചവിട്ടി വെളിയിൽ കളയണം, എന്നാലേ പാടിക്കോ അയാൾ. ഇതെല്ലാം നടന്നാലും എൻ്റെ ഡെന്നിയോട് ചെയ്തത് അതൊരിക്കലും ഞാൻ പൊറുകില്ല. അതിനുള്ളത് വേറെ. ഞാൻ നിന്നെ വിളിക്കാടാ, എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. ആ ശരി. അതും പറഞ്ഞവർ ഫോണ് വെച്ചു. പോയിട്ട് എന്നത്തേക്ക് വരും? ഡെബിയുടെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതിനിടയിൽ വൈകി ചോദിച്ചു. കൃത്യമായി അറിയില്ലടോ, കൂടിപ്പോയൊരാഴ്ച, അതിലെല്ലാം കഴിയും. സൂക്ഷിക്കണം. ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ച് ചെയ്യണേയെല്ലാം. ഓ ശരി മാഡം, ഞാൻ ഇനി പോയിട്ട് വരുമ്പോൾ നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നെ ഈ കഴുതി കയറും. സത്യത്തിൽ ഇച്ചാൻ എന്തിനു പോവാം? കേസ് അന്വേഷണം തന്നെയല്ലേ. അത് നമ്മുടെ ലൈഫും തമ്മിൽ എന്ത് ബന്ധം? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കേസ് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോവാണെന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. അവൻ പറഞ്ഞത് പൂർണ്ണമായി വിശ്വാസമായില്ലെങ്കിലും അവൾ പിന്നീടൊന്നും ചോദിച്ചില്ല. പപ്പേ, ഞാനും വന്നു. വാക്കൊന്നും ഉണ്ടാക്കാതെ നല്ല ഒറ്റ ഇന്നോല ഞാനൊരു വന്നോത്തേ. അയ്യടി ചട്ടമ്പി, അതിന് പപ്പ ജോലിക്ക് പോകല്ലേ, പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും. അതുവരെ എൻ്റെ പിള്ളേർ 2 കൂടി ഈ അമ്മമാരൊരു വഴിക്കാക്കണം കേട്ടോ. ജെവി പോണ്ട. ഞാൻ പോയിട്ട് പെട്ടെന്ന് പറയണ്ട. ഈ ജോലി ചെയ്ത് തീർത്താലേ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റൂ. ഇല്ലേ ഇവിടെ നിൽക്കേണ്ടി വരും. എന്താ, 2 ആൾക്ക് നാട്ടിൽ പോവണ്ടേ? വേനം. ആ എന്നാൽ ഞാൻ പോയേ പറ്റൂ. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി നാട്ടിലേക്ക് പോകുന്നു. അന്നക്കൊച്ചിൻ്റെ സ്കൂളിൽ ആദ്യം ചേർക്കുന്നു. പിന്നെ നമ്മളെല്ലാം കൂടി അവിടെ താമസിക്കുന്നു. ഡെബി ചിരിയോട് പറഞ്ഞതും 2 പേരും അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. ഞാനെന്നാൽ ഇറങ്ങട്ടെ, ഇനി താമസിച്ച ട്രെയിൻ കിട്ടില്ല. അവനെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പിന്നീട് എന്തോ ഓർത്ത പോലെ വൈകിയെ വിളിച്ചുകൊണ്ട് റൂമിൽ പോയി അവളെ ചേർത്ത് നിർത്തി ആ നെറ്റിയിൽ ചുണ്ടി ചേർത്തു. പോയിട്ട് വരാം. ഞാൻ കാത്തിരിക്കും.
2 ദിവസങ്ങൾക്ക് ശേഷം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരില്ലാതെ ഇതുങ്ങൾ രണ്ടിനെയും കൊണ്ട് പുറത്ത് ഇറങ്ങേണ്ടാന്ന്. ഞാൻ അറിഞ്ഞോ ഇത്രയും കോണസ്റ്റാകൂന്ന്. അമ്മമാരെ രണ്ടും കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് കടൽ കാണാൻ ഇറങ്ങിയതാണ്. പക്ഷെ കടൽ കണ്ടതും വികൃതികൾ രണ്ടും അവരെ മറന്ന് കടലിൽ കളി തുടങ്ങി. ഒടുക്ക ക്ഷീണിച്ച് മണലിൽ തളർന്നിരിപ്പാണ് അവർ. തൊട്ടപ്പുറം മണലിൽ കളിച്ചുകൊണ്ട് പിള്ളേരുണ്ട്. എൻ്റെ ഒരു ചൂടല്ലേ അരിമോലെ, ഒരാഴ്ചയും കളിച്ച നല്ല തണുപ്പായിനെ അല്ലേ? ആ ശരിയാ, അതിന് നമുച്ച ഒരാഴ്ചയിൽ വാങ്ങിത്തരിക. ഓളിക്കണ്ണിട്ട് തങ്ങളെ നോക്കി സംസാരിക്കുന്നവരെ വൈകിയും മോളിക്കുട്ടിയും നോക്കി. എൻ്റെ വാങ്ങിത്തരുമോ? ഇല്ലെങ്കിൽ ഞങ്ങൾ കരയും. എന്നാ ഇന്ന് കരഞ്ഞോ? അയ്യോ നാട്ടുകാരെ ഓടി വായോ, ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ട് എന്നില്ലേ, ഓടി വായോ. ഏത് നേരത്താണ് ഇതുങ്ങളെയും കൊണ്ട് ഇറങ്ങാൻ തോന്നിയത്? എവിടെയാണ് ഞാൻ ഐസ്ക്രീം ഉള്ളത്? ദേ രണ്ട് ഇവളുടെ കൂടെ ഇവിടെ ഇരുന്നോണം. എങ്ങോട്ടേലും ഓടിയെന്ന് ഞാൻ അറിഞ്ഞാ. അവരെ വൈകിയെ ഏൽപ്പിച്ച് മോളിക്കുട്ടി ഐസ്ക്രീം വാങ്ങാൻ പോയി. നല്ല ഐസ്ക്രീം വാങ്ങിയപ്പോൾ ഞാൻ മയ്യായിരുന്നു. വൈകി തലയിരിച്ച് അവിടേക്ക് നോക്കി. അത് കാണുന്ന രണ്ടാളും പല്ല് കാണിച്ച് നല്ലൊരു ചിരി കൊടുത്തു. അവൾ പറഞ്ഞത് ശരിയാ, 2 പേര് ഇനി പാപ്പന്മാരുടെ കൂടെ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ശരിയാവില്ല. വാ അവിടെ പോയിരിക്കാം. മോളിക്കുട്ടി ഐസ്ക്രീം കൊണ്ടുവന്നതും പിന്നെ അതിലായി രണ്ടിൻ്റെയും ശ്രദ്ധ. കമ്പനിക്ക് ആള് വേണോ? തങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ കണ്ട് വൈകിയും മോളിക്കുട്ടിയും കുഞ്ഞുങ്ങളെ പിടിച്ച് അടുത്തേക്ക് നിർത്തി. ഡെവിയുടെയൊക്കെ പ്രായം വരുന്ന 3 പേരായിരുന്നവര്. കണ്ടിട്ട് വേറെ ആരും കൂടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ കമ്പനി തരാം അല്ലടാ അലക്സേ? പിന്നല്ലാതെ, ഇതുപോലെ 2 സുന്ദരികൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കമ്പനി കൊടുത്തില്ലേ മോശല്ലേടാ? ബെനി, നീ പോയി 2 ഐസ്ക്രീം കൂടി വാങ്ങി വാ. ഇവര് വല്ലാതെ വിയർക്കുന്ന കണ്ടില്ലേ? ഞങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ വാങ്ങാൻ അറിയാം. ചേട്ടന്മാര് ചെല്ലാൻ നോക്ക്. കാണുന്നത് പോലെ തന്നെ എരിവാണല്ലോടാ, കടിച്ച് പൊട്ടിച്ചെടുക്കേണ്ടത് തന്നെ. ഛേ, മോളിക്കുട്ടി ദേഷ്യത്തിൽ മുഖം തിരിച്ചതും വൈകക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവുമെന്ന് തോന്നിയില്ല. നമുക്ക് പോകാം, വാ. ഹാ, അങ്ങനെ അങ്ങ് പോവാതെ നമുക്ക് സംസാരിച്ചിരിക്കാന്നേ. ഈ ബാഗ് ഇതാ, ഞങ്ങൾ പിടിക്കാം. വൈകയുടെ കയ്യിൽ നിന്നും ഹാൻഡ് ബാഗ് വാങ്ങി ഒരുത്തന് മറ്റവനെ എറിഞ്ഞു കൊടുത്തു. അമ്മയുടെ ബാഗ് കൊക്കിച്ച, ഇല്ല നിന്നെ ഞാൻ ഈജിച്ചു. അവരുടെ മുന്നിലേക്ക് കയറി നിന്ന് ആദ്യം പറഞ്ഞതും അന്നയും അവളുടെ കൂടെ കയറി തന്നു. ആഹാ, എന്നാ അതൊന്ന് കാണണല്ലോ. അമ്മയുടെ ബാഗ് മാത്രല്ല, അമ്മയെ കൂടി ഞങ്ങൾ കൊണ്ടുപോകുക. അവര് വൈകിയും മോളിക്കുട്ടിയും അടിക്കാൻ വന്നതും ആദ്യം അന്നയും കയ്യിലിരുന്ന ഐസ്ക്രീം അവിടെ മുഖത്തേക്ക് എറിഞ്ഞു. മുഖത്ത് വരെ എത്തിയില്ലെങ്കിലും 2 പേരുടെ ഡ്രസ്സിലായിട്ടുണ്ട്. നാശങ്ങള്, 2നെ എടുത്താൽ കടലിലെറിയണം. നീ അതെ കൊങ്ങ നാറ്റം, നിന്റെ മൂക്കിനെ നീറ്റ് പാറ്റും. നീ അമ്മമാരെ പിച്ചോരാ, ഞാൻ പപ്പയോട് പാഞ്ഞു കൊക്കും. പപ്പ പിന്നെ അരിച്ച് ചൂപ്പാക്കും. ഇതിൻ്റെയൊക്കെ വായിൽ വലതും കുത്തി കയറ്റടാ. നിന്റെയൊക്കെ പാപ്പ ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ? നിങ്ങളുടെ അമ്മമാരെങ്ങനെ ഒറ്റയ്ക്ക് വിട്ടത്? അവരിൽ ഒരാൾ പിള്ളേരെ പിടിക്കാൻ വന്നതും വൈകിയും മോളിക്കുട്ടിയും കുഞ്ഞുങ്ങളെ പിന്നിലേക്ക് ആക്കി നിർത്തി. ഒരു സഹായത്തിനടുത്ത ആളെ നോക്കിയെങ്കിലും അവരെല്ലാം കുറച്ച് ദൂരെയാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മര്യാദക്ക് പോകുന്ന നല്ലത്, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ നീ ഒന്ന് വിളിക്കടി. കൂടിപ്പോയ ഇതുവരെയുള്ള കേസിൽ ഒന്നുകൂടി കൂടും. അത് നിന്നെയൊക്കെ കയറി പിടിച്ചെന്ന് കൂടിയായാ ഞങ്ങൾക്ക് സന്തോഷം. അതും പറഞ്ഞ് തന്റെ നേരെ വരുന്നവന്റെ തലക്കിട്ട് ബാഗും കൊണ്ട് 2 കൊടുത്തു മോളിക്കുട്ടി. ബാഗിന്റെ സിബ് അവന്റെ മുടിയിൽ കുരുങ്ങിയതും വേദനിപ്പിക്കാൻ തന്നെ അവളൊന്ന് പിടിച്ച് വലിച്ചു. ആ വിടുന്നാ എന്റെ മോളെ, പിടിച്ച് മാറ്റണം അവളെ. അവന്മാര് മോളിക്കുട്ടിയെ പിടിക്കാൻ വന്നതും വൈകി എതിർക്കാൻ നോക്കി. എന്നാൽ അവളെ പിടിച്ചവർ താഴേക്ക് തള്ളി. ഇത് കണ്ട അന്നയും ആദ്യം നിലത്തിന്ന് മണൽ വാരി ആ 3 പേരുടെയും കണ്ണിലേക്ക് എറിഞ്ഞു. കുഞ്ഞിക്കൈയിൽ കൊള്ളാവുന്നത്ര മണൽ വാരി എറിഞ്ഞെങ്കിലും അതിൽ കുറച്ച് മാത്രം അവരുടെ കണ്ണിൽ പോയി. അതുകൊണ്ട് തന്നെ മോളിക്കുട്ടിയെ വിട്ട് 3 കണ്ണ് തിരുമ്പാൻ തുടങ്ങി. ആ എന്റെ കണ്ണ് വിടരുതൊന്നിനെയും, പീഡിക്കണം അവളെ. അവരുടെ ശബ്ദം ഉയർന്നതും പിള്ളേരുടെ കൂടെ വൈകിയും മണൽ വാരി അവരെറിഞ്ഞു. കണ്ണിലും മണലും വീഴവരെ മോളിക്കുട്ടി ബാഗ് കൊണ്ട് അടിച്ച് നിലത്തേക്ക് ഇട്ടു. അവിടെ കയറുന്ന കയറെടുത്ത് അവിടെ കയ്യിൽ കെട്ടിയിട്ടു. ആദി, അന്ന, അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്ക്, ഞാൻ പോലീസിനെ വിളിക്കാം. നീയൊക്കെ ആരോടെ കളിക്കുന്നെന്ന് നിനക്ക് അറിയില്ല. മര്യാദക്ക് ആഴ്ച വിട്ടോ. നീ പോലെ മാക്കിനി, നിന്റെ കണ്ണിന് ഇനിയും മഞ്ഞിരൂല. വൈകി വിളിച്ചതനുസരിച്ച് 15 മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ എത്തി. ആ സമയം വരെ നിലത്തിരിക്കുന്ന 3 പേരുടെയും കണ്ണിൽ ആദിയും അന്നയും മാറി മാറി മണലിട്ട് കൊണ്ടിരുന്നു. നിങ്ങളാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സർ, ഇവരാണ് ഞങ്ങളെ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നോ സർ. ഓ, ഇവന്മാരായിരുന്നു.
ഒരു കേസിൽ ഇവന്മാർ അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇനി നിങ്ങൾ പേടിക്കണ്ട, ഇവന്മാരുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക് യു സാർ. നല്ല ഇജി കൊക്കിനെ ഇവൻ അമ്മയിട്ട് അല്ലിട്ടു മോളിമാവെ പിരിച്ചാൻ മഞ്ഞു. ആ ഇടി കൊടുക്കാലോ. ഇപ്പൊ രണ്ടുപേരും അമ്മമാരുടെ കൂടെ വീട്ടിൽ പോക്കോ. ഇവരുടെ കാര്യങ്ങൾ അങ്കിള് നോക്കിക്കൊള്ളാം. രവിയോട് പഞ്ഞാമായി രവി ചൂപ്പാക്കിക്കോലും. തൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും എവിടെയോ കണ്ടതുപോലെ രാഹുലിന് തോന്നി. പെട്ടെന്ന് തന്നെ അവനത് ഓർമ്മ വന്നു. ഇത് ഡേവിഡ് സാറിന്റെ മക്കളല്ലേ? ആയേ, എൻ്റെ പപ്പയാ, എൻ്റെ രവിയാ. സാറിന്റെ ഫോണിൽ ഞാൻ മക്കളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതാ നല്ല പരിചയം തോന്നിയത്. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് കുഴപ്പമില്ല, ഇവിടെ കാര്യം നോക്കിയാൽ മതി. ഡേവിഡ് സാറ് വരുന്നത് വരെ ഇവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ മതി. സാറ് വന്നാൽ പിന്നെ ഇവന്മാർ ഒരു പെണ്ണിന് നേരെയും കൈ പോക്കില്ല. അതുപോലെ ആക്കും സാറ്. പിന്നെ ഇപ്പൊ സാറിന്റെ ഫാമിലിക്ക് നേരെ ആകുമ്പോൾ പറയണ്ടല്ലോ. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. കുട്ടികളെ ഫ്ലാറ്റിലാക്കിയിട്ട് സ്റ്റേഷനിലേക്ക് വരാം. ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്. താങ്ക്സ് മാഡം. സാധാരണ ഇതുപോലെയുള്ള ഇൻസിഡന്റിൽ ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താലും ചിലർ കംപ്ലൈന്റ് തരില്ല.